നമസ്കാരം. ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം നൽകുന്നത് വേഗത്തിലാക്കുന്നതിനുള്ള ബില്ലിനൊപ്പം മണ്ഡല പുനർനിർണയത്തിനും കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബില്ലുകൾ കൂടി ഒളിച്ചുകടത്തി അവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ബില്ലുകളിൽ ചർച്ചയും വോട്ടെടുപ്പും നടന്നപ്പോൾ കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾ അത്രയും പരാജയപ്പെടുകയായിരുന്നു. എന്നിരുന്നാലും കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ നിന്നും പിന്തിരിയും എന്ന് ചിന്തിക്കാനാകില്ല. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാകാൻ 2/3 ഭൂരിപക്ഷം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംവരണം നടപ്പാക്കാനാണ് സർക്കാർ പദ്ധതി. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനു പകരം NDA സർക്കാരിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയുടെ ശ്രദ്ധാപൂർവം പരിപാലിക്കുന്ന ഫെഡറൽ സന്തുലിതാവസ്ഥ തകർക്കുക എന്നതാണ്. പുതിയ മണ്ഡല പുനർനിർണയം 2011 ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. ഇതോടെ ലോക്സഭയിൽ സീറ്റുകൾ നിലവിലെ 543 നിന്ന് 850 ഉയരും. ജനസംഖ്യ കൂടിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരിക്കും സീറ്റുകൾ വർദ്ധിക്കുക. ജനസംഖ്യാ നിയന്ത്രണം ശക്തമായി നടപ്പാക്കിയ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറയും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സ്വാധീനമുള്ളതിനാൽ ഇതുവഴി തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഭരണം നിലനിർത്താനാകും. വടക്കൻ സംസ്ഥാനങ്ങൾക്ക് 200 സീറ്റുകൾ അധികമായി ലഭിക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തെക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഏകദേശം 6690 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. തൽഫലമായി ഭൂരിപക്ഷ പരിധി 272 നിന്ന് ഏതാണ്ട് 408 ആയി ഉയരും. ഇത് വടക്കൻ ബ്ലോക്കുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും തെക്കൻ സംസ്ഥാനങ്ങളുടെയും പ്രാദേശിക പാർട്ടികളുടെയും സ്വാധീനം കുറയ്ക്കുകയും ചെയ്യും. ഉത്തർപ്രദേശിൽ മാത്രം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 80 നിന്ന് 120 ആയി ഉയരും. ഇന്ന് 15-20 MPമാരുള്ള ഒരു പ്രാദേശിക പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ 850 അംഗങ്ങളുള്ള ലോക്സഭയിൽ അതേ സംഖ്യ ശക്തിയെ അല്ലാതാവും. ഫെഡറൽ ഘടനയുടെ ആത്മാവായ സംസ്ഥാനങ്ങളുടെ ശബ്ദം ക്രമേണ ശ്രയിക്കുന്ന സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പാക്കുന്നത് എതിർക്കേണ്ടതല്ല. എന്നാൽ അതോടൊപ്പം മണ്ഡല പുനർനിർണയം ഒളിച്ചു കടത്തുന്നത് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. മണ്ഡല പുനർനിർണയം സാധാരണ ഭരണ നടപടിയല്ല. ഫെഡറൽ തുല്യതയും രാഷ്ട്രീയ പ്രാതിനിധ്യവും പുനർവ്യവസ്ഥപ്പെടുത്തുന്ന ഭരണഘടനാപരമായ ഇടപെടലാണ്. അതിനാൽ ഈ 2 വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ ഉയരുന്ന ആശങ്കകൾ ന്യായമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സങ്കീർണമായ ചർച്ചകളിലൊന്നാണ് മണ്ഡല പുനർനിർണയം. രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം സമതുല്യ വോട്ടവകാശവും ഫെഡറൽ ഘടനയുടെ സംരക്ഷണവും തമ്മിലുള്ള സംഘർഷമാണ് ഇതിൻ്റെ ഹൃദയത്തിനുള്ളത്. 25% സീറ്റ് വർധന പോലും വനിതാ സംവരണം പ്രായോഗികമാക്കാൻ മതിയാകുമെന്നിരിക്കെ പകരം 50% വർധനയിലൂടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ പുനർരചിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഒരു പൗരൻ്റെ വോട്ട് മറ്റൊരാളുടേതിനേക്കാൾ വില കുറഞ്ഞതാകരുതെന്ന ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ശബ്ദവും ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നത് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനമാണ്. ജനസംഖ്യാനുപാതം അടിസ്ഥാനമാക്കി പ്രാതിനിധ്യം പുനർനിർണയിക്കുമ്പോൾ സാമൂഹിക പുരോഗതിയിലൂടെ ജനന നിരക്ക് കുറച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മണ്ഡല പുനർനിർണയം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ അധികാരവിനിമയം പുനർക്രമീകരിക്കുന്ന അതീവ ഗൗരവമുള്ള പ്രക്രിയയാണ് ഇത് രാജ്യത്തെ രാഷ്ട്രീയ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. ജനാധിപത്യത്തിൽ വലിയ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്. എന്നാൽ അവ വിശ്വാസത്തെയും സമവായത്തെയും ആശ്രയിച്ചിരിക്കണം. സംവാദമില്ലാതെ, ഡാറ്റയുടെ വ്യക്തതയില്ലാതെ, സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ നീക്കം ഇന്ത്യയുടെ ഫെഡറൽ ആത്മാവിനെ ദുർബലപ്പെടുത്തുന്ന അപകടകരമായ വഴിത്തിരിവായി മാറാൻ സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങളുടെ വ്യാപ്തി മാത്രമല്ല, അവ നടപ്പാക്കുന്ന രീതിയും കൂടിയാണ് പ്രശ്നം. ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഭൂപടം പുനർരൂപകൽപ്പന ചെയ്യുന്നത് ഒരു സാങ്കേതിക നടപടിക്രമമല്ല. ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ സ്വാധീനിക്കുന്ന ദീർഘകാല തീരുമാനം കൂടിയാണത്.
അതിനാൽ വിപുലമായ ചർച്ചയും വിശ്വാസവും വളർത്തുന്ന പ്രക്രിയയും അനിവാര്യമാണ്. വനിതാ സംവരണത്തെ സ്വതന്ത്ര നിയമനിർമ്മാണമായി കൊണ്ടുവരികയാണ് യുക്തിസഹമായ വഴി. മണ്ഡല പുനർനിർണയം വേറെ വിഷയമായി. വിശാലമായ ചർച്ചയും സമവായവും ഉറപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ വേഗതയും പ്രശ്നമായി മാറുന്നു. വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും പോലുള്ള നിർണായക പരിഷ്കാരങ്ങൾ ചെറിയ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടെ ചട്ടക്കൂടിൽ ഒതുക്കാനാവാത്തവയാണ്. അവയ്ക്ക് ആവശ്യമായത് വിശാലമായ രാഷ്ട്രീയ സമവായവും തുറന്ന സംവാദവുമാണ്. സ്ത്രീ ശാക്തീകരണം ഒരു രാഷ്ട്രീയ ആയുധമാകരുത്. അത് സുതാര്യമായും സ്വതന്ത്രമായും നടപ്പാക്കേണ്ട ജനാധിപത്യ ബാധ്യതയാണ്. മണ്ഡല പുനർനിർണയം പോലുള്ള ഗൗരവമുള്ള ഭരണഘടനാപരമായ വിഷയങ്ങളെ അതിൻ്റെ മറവിൽ കൊണ്ടുവരുന്നത് ജനാധിപത്യ വിശ്വാസ്യതയെ തന്നെ ദുർബലപ്പെടുത്തും. വിശ്വാസവും പങ്കാളിത്തവുമാണ് ജനാധിപത്യത്തിൽ അടിത്തറ. അത് ഉറപ്പാക്കാത്ത മാറ്റങ്ങൾ എത്ര വലുതായാലും നിലനിൽപ്പില്ലാതാവുമെന്നതാണ് ചരിത്രത്തിൻ്റെ പാഠം. മണ്ഡല പുനർനിർണയം പോലുള്ള നിർണായക വിഷയങ്ങൾ രാഷ്ട്രീയ വേഗതയിലല്ല, ഭരണഘടനാപരമായ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. വിശാലമായ സംവാദവും എല്ലാ സംസ്ഥാനങ്ങളുടെയും വിശ്വാസം നേടുന്ന സമവായവും ഇല്ലാതെ ഈ മാറ്റങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ ദുർബലപ്പെടുത്തും.